ഡിഗ്രി പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് അവൻ. ഇവനെ കാണുമ്പോൾ വളരെ ഭയന്നിട്ടാണ് ഞാൻ കണ്ടത്. എന്ന് വെച്ചാൽ ഈ അടുത്തിടെ സംഭവിച്ച ചില കാര്യങ്ങൾ, അവൻ്റെ ഒരു സോഷ്യൽ മീഡിയയിലോടുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് വീട്ടുകാരറിയുന്നു. അത് വീട്ടുകാർ നിരുത്സാഹപ്പെടുത്തുന്നു. അതിൻ്റെ പേരിലുണ്ടായ ചില വലിയ പ്രതിസന്ധികളാണ് അവനെ ഇങ്ങനെ ഈ അവസ്ഥയിലെത്തിച്ചത്. ഇപ്പോൾ ഇവൻ എല്ലാം ഭയത്തോടെയാണ് ഇപ്പോൾ കാണുന്നത്. ഇവന് ഇനിയുള്ള കാലത്ത് അങ്ങനെ ജീവിക്കുമെന്ന് ഓർത്ത് പോലും പേടിയുള്ളതുപോലെ തോന്നി. സംഭവിച്ചത് എങ്ങനെയാണ്, ഇവൻ +2 കഴിയുമ്പോൾ തന്നെ ആ സമയത്ത് തന്നെ പഠിക്കാൻ നല്ല മിടുക്കനാണ്. കലാ കായിക പരിപാടികളൊക്കെ വളരെ നന്നായിട്ട് ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ സോഷ്യൽ മീഡിയയിൽ അതുപോലെ തന്നെ വളരെ ആക്റ്റീവാണ് അവൻ. ഇവൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവൻ നന്നായിട്ട് പാടും. ഇവൻ്റെ പരിപാടികളും അതുപോലെ തന്നെ ഇവൻ്റെ കായികമായിട്ടുള്ള എല്ലാ മത്സരങ്ങളെക്കുറിച്ചുള്ള അറിവുകളും എല്ലാം ഇവൻ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാൻ തുടങ്ങി. കാഴ്ചയിൽ അല്പം സ്മാർട്ടാണ്. അതുപോലെ തന്നെ ഇവൻ കലാപരമായിട്ടും കായികപരമായിട്ടും നല്ല കഴിവുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഇവൻ്റെ കഴിവിലും ഇവൻ്റെ ഈ പ്രകടനങ്ങളൊക്കെ ഇവൻ ഈ ഫേസ്ബുക്കിലും ഒക്കെ അപ്ലോഡ് ചെയ്തതുകൊണ്ട് ഇവനോടൊരു ആരാധന തോന്നിയ ഒരു പെൺകുട്ടി ഇവനുമായിട്ട് സംസാരിക്കാൻ തുടങ്ങി, ചാറ്റ് ചെയ്യാൻ തുടങ്ങി. നിരന്തരമായിട്ട് ഇവനോട് ചാറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ സംസാരിച്ച് ഇവനിൽ ഒരു പൊസസീവ് നേച്ചറിൽ ചാറ്റ് ചെയ്യാൻ തുടങ്ങി. ഇവനുമായിട്ട് നിരന്തരമായിട്ട് സംസാരിച്ച് ഇവനുമായിട്ട് ബന്ധം സ്ഥാപിക്കാനെന്നാണ്. ചിലപ്പോഴെങ്കിലും ഇവള് സംസാരിച്ച് ഇവനിൽ നിന്ന് തന്നെ പറയിപ്പിക്കുന്ന രീതിയിൽ, അത്രയും ഒരു സ്നേഹപൂർവ്വം സംസാരിക്കുന്ന രീതിയിൽ പെരുമാറാനായിട്ട് ഇവള് നിർബന്ധിച്ച് തുടങ്ങി. നീ ഇങ്ങനെ ചെയ്യണം, ആണുങ്ങൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന രീതിയിലൊക്കെ സംസാരിക്കാൻ തുടങ്ങി. പിന്നീട് ഇവൻ മനസ്സിലാക്കുന്നത്, പിന്നെ ഇവനെ കോണ്ടാക്ട് ചെയ്യുമ്പോഴൊക്കെ ശ്രമിച്ചത്, നീ അന്ന് ചെയ്തതില്ലേ, അന്ന് സംസാരിച്ചില്ലേ, അതൊക്കെ ഞാൻ ആരെങ്കിലോടൊക്കെ പറഞ്ഞാൽ അവരറിയും. അതുകൊണ്ട് നിൻ്റെ വലിയ മാന്യതയൊന്നും ഇനി നീ ആരുടെ മുമ്പിലും പറയാൻ പോയിട്ട് കാര്യമില്ല. ഇവനെ വീണ്ടും തുടരെ വിളിക്കാനും ഇവനോട് സംസാരിക്കാനും നിർബന്ധിച്ചു തുടങ്ങി. കുറേ നാളുകൾക്ക് ശേഷം ഇവനോട് പറഞ്ഞു, നമുക്ക് ഒരുമിച്ച് കണ്ടുമുട്ടാൻ പറ്റൂ. അങ്ങനെ ഒരു പഠനത്തിൻ്റെ ഭാഗമായിട്ട് ഇവന് ഒരു യാത്ര ചെയ്യേണ്ടി വന്നപ്പം ഇവള് പഠിക്കുന്ന ആ കോളേജിൻ്റെ പരിസരത്തേക്ക് പോകാനിടയായി. അവിടെ വെച്ച് കണ്ടുമുട്ടി, ഇവർ സംസാരിച്ചു. ആ സമയത്ത് ഇവൻ പോലും അറിയാതെ ഇവർ രണ്ടുപേരും ഒരുമിച്ചുള്ള ചില ഫോട്ടോസുകൾ എടുത്തു. അങ്ങനെ ഇവരവിടെ നിന്ന് മാറി ഇവൻ വീട്ടിലേക്ക് വന്നു. പിന്നീട് നിർബന്ധിച്ചത് മുഴുവൻ, നമ്മൾ ഒരുമിച്ച് ഇങ്ങനെ സംസാരിച്ചത് ഞാൻ വീട്ടിൽ അറിയിക്കണോ, അല്ലെങ്കിൽ ഞാനത് പറയണോ ആരെങ്കിലോടും എന്ന രീതിയിലായി. എന്നിട്ട് വീണ്ടും ഇവനെ നിർബന്ധിക്കാൻ തുടങ്ങി. ഇവനാണെങ്കിൽ ഇത് പൂർണ്ണ മനസ്സോടെയൊന്നും അല്ല. കാരണം ഇവന് നല്ല സുഹൃത്ത് വലയമുണ്ട്. ഉറപ്പായിട്ടും ഇവൻ നല്ല സന്തോഷമായിട്ട് എല്ലാവരോടും ജീവിച്ചു പോകുന്നു. ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് ഇവൻ അത്ര കാര്യമായിട്ട് കാണുന്നില്ല. എന്നാലും ഒരു ടൈം പാസ് എന്ന രീതിയിൽ ഇവൻ സംസാരിച്ചു തുടങ്ങിയത്. പക്ഷെ അവളാണെങ്കിൽ ഒരു പൊസസീവ് നേച്ചറിൽ ഇവനോട് ബന്ധങ്ങൾ സ്ഥാപിക്കാൻ തുടങ്ങി. പിന്നീട് ഇവനെ നേരിട്ട് കാണണമെന്നുള്ള നിർബന്ധങ്ങളായി തുടങ്ങി. പല പ്രാവശ്യം കാണാനായിട്ട് ഇവനെ വിളിക്കുന്നു. ഇവർ തമ്മിൽ കണ്ട് സംസാരിക്കുന്നു. ഇതൊക്കെ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് ഒരു റെക്കോർഡിക്കലായിട്ട് സൂക്ഷിക്കാനായിട്ടിടയായി. പിന്നീടാണ് മനസ്സിലായത്. പിന്നീട് ഇത് ഈ ഓരോ അവസരങ്ങളിൽ കാണുമ്പോഴും സംസാരിച്ചത് മുഴുവൻ പറഞ്ഞിട്ടാണ് ഇവനെ നിരന്തരം ഫോൺ ചെയ്യുന്നതും ഇവനെ കോണ്ടാക്ട് ചെയ്യാനായിട്ട് നിർബന്ധിച്ചതൊക്കെ. അതുകൊണ്ട് തന്നെ പിന്നീട് ഇവന് തോന്നി, ഞാൻ ആഗ്രഹം പ്രകടിപ്പിക്കാത്തപ്പോഴും നിർബന്ധപൂർവ്വം വിളിക്കുകയും രാത്രി സമയങ്ങളിൽ ഒരുപാട് സമയം ചെലവഴിക്കാനായിട്ട് നിർബന്ധിക്കുകയൊക്കെ ചെയ്യുമ്പം ഇവൻ ചിന്തിക്കാൻ തുടങ്ങി, എന്നെ നിയന്ത്രിച്ചു തുടങ്ങി. ഞാൻ നിയന്ത്രിക്കുന്നതിന് പകരം, അല്ലെങ്കിൽ ഞാൻ എനിക്ക് ഇഷ്ടമുള്ളത് പറയുന്നതിന് പകരം ഇവനെ നിയന്ത്രിച്ചു തുടങ്ങിയെന്ന് ഇവന് ടെൻഷനായി. എന്നാലും പലപ്പോഴും വിലപേശാൻ തുടങ്ങി. കാരണം നീ നമ്മൾ ഒരുമിച്ചുള്ള ഈ സമയങ്ങളൊക്കെ, അല്ലെങ്കിൽ നീ ഇന്നെ ചാറ്റ് ചെയ്തത്, നീ ഇന്ന സമയത്ത് വിളിച്ചത്,
ഇതൊക്കെ ഞാൻ ആരെങ്കിലും നമ്മൾ അറിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും നമ്മൾ തമ്മിൽ ബന്ധമുണ്ടെന്നൊക്കെ എന്ന് പറഞ്ഞ് ഇവനെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. അപ്പോഴും ഇവളുടെ ചില സമയത്തുള്ള ടോണുകൾ കാണുമ്പം ഇവന് ദേഷ്യം വരാൻ തുടങ്ങി. കാരണം നീ എന്നെ ഇങ്ങനെ ട്രാപ്പ് ചെയ്യാണോ എന്നൊരു സംശയം പോലെ ഇവന് തോന്നി. പക്ഷെ എന്നിരുന്നാലും ഇവളിങ്ങനെ നിരന്തരമായി പേടിപ്പിക്കുന്നതുകൊണ്ട് ഇവൻ വിളിക്കാനും ആ ഒരു പ്രോത്സാഹനത്തോടെ, എന്ന് വെച്ചാൽ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകണ്ടെന്ന് കരുതിയിട്ട് സംസാരിക്കാൻ തുടങ്ങി. അപ്പോഴാണ് വീട്ടുകാർക്ക് മനസ്സിലായത് ഇതിലെന്തോ ഒരു അപകടം ഉണ്ടല്ലോ. എന്ന് വെച്ചാൽ ഇവൻ വീട്ടുകാരിൽ നിന്ന് മാറി നിന്ന് സംസാരിക്കുന്നു, ഇടയ്ക്കിടയ്ക്ക് ഫോൺ വരുന്നു. എന്ന് വെച്ചാൽ ഈ പെൺകുട്ടി വിളിച്ചു തുടങ്ങിയിട്ട് എടുത്തില്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് വിളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ പിന്നെ ഇവന് രക്ഷയില്ല, അവന് മറുപടി പറയാതിരിക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് മറുപടി പറയാൻ ഇവൻ പോകും. അപ്പോൾ വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഇതിലെന്തോ അപകടമുണ്ടെന്ന് അവർ അറിഞ്ഞ് മനസ്സിലാക്കി അവരിവനോട് ഇരുന്ന് ചോദ്യം ചെയ്യാൻ തുടങ്ങി. എന്താണ് സംഭവിച്ച കാര്യങ്ങൾ ഇവനോട് സംസാരിക്കാൻ തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് ഇവൻ ഇങ്ങനൊരു ബന്ധത്തിൽ പെട്ടുപോയെന്ന്. വീട്ടുകാർ പറഞ്ഞു നിർബന്ധമായിട്ടും ഇത് മുന്നോട്ട് പോകാൻ ശരിയാവില്ല, കാരണം നമുക്ക് പറ്റിയൊരു ബന്ധമല്ല ഇത്. തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിനെ ഞങ്ങൾ എന്തായാലും പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഇവൻ പറഞ്ഞു എനിക്കും താല്പര്യമില്ല, പക്ഷേ ഈ പെൺകുട്ടി ഇങ്ങനെ നിർബന്ധിക്കുന്നതിൻ്റെ പേരിൽ മാത്രം സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ പിന്നെ ഇവനെ എങ്ങനെയെങ്കിലും അതിൽ നിന്ന് രക്ഷപ്പെടുത്തണമെന്നുള്ള ആഗ്രഹമായി. തീർച്ചയായിട്ടും ഇവരുടെ വീട്ടുകാർ ഈ പെൺകുട്ടിയുടെ വീട്ടുകാരെ ബന്ധപ്പെടാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. അവരതിൻ്റെ അന്വേഷണങ്ങളൊക്കെ തുടങ്ങി. അവളുടെ വീട്ടുകാരെ നേരിൽ കണ്ട് സംസാരിക്കാൻ പോകുന്നു എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെ ഇവള് കുറേയും കൂടി വാശിയാക്കാൻ തുടങ്ങി. എന്ന് വെച്ചാൽ ഇനി നിന്നെ ഞാൻ കുടുക്കിയിട്ടേ ഉള്ളൂ, എന്ന് വെച്ചാൽ നിന്നെ ഏത് രീതിയിലെങ്കിലും ഞാനൊരു പരാതി കൊടുത്താൽ ഒരു പക്ഷെ നീ പെടും. അതുകൊണ്ട് നിന്റെ വീട്ടുകാർ ഏതെങ്കിലും രീതിയിൽ എൻ്റെ വീട്ടുകാരെ അറിയിക്കാൻ ശ്രമിച്ചാൽ ഞാൻ നിനക്കെതിരെ എല്ലാ പ്രശ്നങ്ങളും, നിനക്കെതിരെയുള്ള എല്ലാ വാദങ്ങളും ഞാൻ പറയാൻ തുടങ്ങും. അപ്പം അതുകൊണ്ട് അവൾ ഇങ്ങനൊരു പ്രതിസന്ധിയിൽ അവനെ ഒരു ഡിഫൻസിൽ നിർത്തിയിരിക്കുകയാണ്. കാരണം നീ ഇനി മുന്നോട്ട് പോകുമ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നിന്നെക്കുറിച്ചുള്ള പരാതികൾ ഞാൻ പറയാൻ തുടങ്ങും. അത് നാട്ടുകാരും വീട്ടുകാരും അറിഞ്ഞാൽ ഉറപ്പായിട്ടും നീ എന്നെ കാണാൻ വന്നതും നമ്മൾ ഒരുമിച്ചിരുന്നതും നീ എനിക്ക് ചാറ്റ് ചെയ്തതും എല്ലാം ഞാൻ എല്ലാവരും അറിയിക്കാൻ തുടങ്ങും. ഇവന് ഒരു വശത്ത് ഇവൻ്റെ വീട്ടുകാരെ നിർബന്ധിക്കുന്നതിൽ പിന്മാറാൻ, മറുവശത്ത് ഇവളാണെങ്കിൽ ഒരു പൊസസീവ് നേച്ചറിൽ നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്നു. ആകെ പ്രതിസന്ധിയിലാണ്. അവസാനം വീട്ടുകാർ ഇവൻ്റെ നമ്പർ മാറ്റാൻ തുടങ്ങിയപ്പോഴൊക്കെ മനസ്സിലാക്കുന്നൊരു കാര്യം, ഇവൻ നമ്പർ മാറ്റുമ്പോഴൊക്കെ, ഇവൻ പുതിയ നമ്പർ എടുക്കുമ്പോഴൊക്കെ പെട്ടെന്ന് തന്നെ ഇവളിതറിയാൻ തുടങ്ങുന്നു. എന്ന് വെച്ചാൽ ഇവൻ്റെ ഈ ഫേസ്ബുക്ക് സ്റ്റാറ്റസ് അല്ലെങ്കിൽ ഇവൻ്റെ ഫേസ്ബുക്കിലുള്ള കോണ്ടാക്ട് ലിസ്റ്റിലുള്ളവർ ആരോ ഇവന് ഏറ്റവും അടുത്ത് പരിചയമുള്ളവർ ഇവളുമായിട്ട് കോണ്ടാക്റ്റിലുണ്ടെന്ന് മനസ്സിലാകും. എന്ന് വെച്ചാൽ ഇവൻ ഒരു നിലയ്ക്കും ഇതിന് രക്ഷപ്പെട്ടു പോരാൻ കഴിയാത്തതുപോലെ തോന്നുന്നു. അങ്ങനെ ഒരു പ്രതിസന്ധിയിലാണ് ഈ ചെറുപ്പക്കാരൻ. തീർച്ചയായിട്ടും വീട്ടുകാർ സർവ്വസന്നദ്ധരായിട്ട് നിൽക്കുകയാണ് ഇവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. കാരണം അവരെന്ത് വില കൊടുത്തും ഈ ഒരു അപകടത്തിൽ നിന്ന് രക്ഷിക്കാനുള്ള ശ്രമത്തിലാണ്. പക്ഷേ അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ ഇവനിപ്പോൾ ചിന്തിക്കുന്നത് ഞാൻ ഇങ്ങനെ ഒരു അവസ്ഥയിൽ എത്തിയില്ലേ, എന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് വന്നില്ലേ, വീട്ടുകാരെൻ്റെ ജീവിതത്തിൽ ഇടപെടേണ്ടി വന്നില്ലേ, അല്ലെങ്കിൽ ഇങ്ങനെ അപകടത്തിൽ നിന്ന് തന്നെ രക്ഷിക്കേണ്ട ഒരു അവസ്ഥ വന്നില്ലേ, ഞാൻ ഇങ്ങനെയൊന്നും അല്ലല്ലോ ആയിരുന്നത് എന്ന് ചിന്തിക്കാൻ തുടങ്ങിയവൻ. വാസ്തവത്തിൽ ഇവൻ ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇവന് വളരെയേറെ മാനസികമായ അസ്വസ്ഥത ഉണ്ടാകാൻ തുടങ്ങി. കാരണം ഇനി ഞാൻ അപകടത്തിൽ ഇനിയും ചെന്നുപെടുമോ, അല്ലെങ്കിൽ ഞാൻ പണ്ടുണ്ടായിരുന്ന കാര്യങ്ങൾ ആരെങ്കിലും ഓർമ്മപ്പെടുത്തി നാട്ടുകാരുടെ മുമ്പിൽ വീട്ടുകാരെയും എന്നെയും മോശമാക്കുമോ, അല്ലെങ്കിൽ സൈബർ അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയയിൽ എൻ്റെ പേര് വരുമോ, എന്നെക്കുറിച്ച് ഇവൾ ഇത്ര അപഖ്യാതി പറഞ്ഞു പരത്തുമോ എന്നുള്ള ആകുലതയാണ് ഇവന് മുഴുവനുള്ളത്. ഇങ്ങനെ ഒരു അവസ്ഥയിലാണ് ഇവൻ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. പഠിക്കാൻ പറ്റുന്നില്ല, വീട്ടുകാരായിട്ട് അധികം സംസാരിക്കാൻ പറ്റുന്നില്ല. ഇവൻ എല്ലാവരോടും സംസാരിക്കുമ്പോഴൊക്കെ ഉള്ളിൽ ഭയമാണ്. രാത്രി കിടക്കുമ്പോൾ പോലും ഇവൻ്റെ സംസാരത്തിൽ നിന്ന് മനസ്സിലായി ഇവൻ ഉറങ്ങിയിട്ട് തന്നെ കുറേ നാളുകളായി. എന്ന് വെച്ചാൽ അവൻ അത്രയേറെ പ്രതിസന്ധിയിലാണെന്ന് അവന് മനസ്സിലായി. അപ്പം അതുകൊണ്ട് ഇവൻ ഇതിൽ നിന്നൊരു പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് ആലോചിക്കുന്നത്. തീർച്ചയായിട്ടും അവന് ചെയ്യേണ്ടിയിരുന്നൊരു കാര്യം, ചെയ്യാമായിരുന്നൊരു കാര്യം, ഇപ്പം ചെയ്തതുമായിട്ടുള്ള കാര്യം വളരെ നല്ലതാണ്. എന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള അവസ്ഥയിലൊക്കെ എപ്പോഴും സംഭവിക്കാറുള്ളത് ആരോടും പറയാതെ പോകുന്നതാണ് ഏറ്റവും വലിയ അപകടങ്ങൾ. ഒന്നിന് പിറകെ മറ്റൊരു അപകടത്തിലേക്ക് വീഴാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇവൻ ഈ ഒരു പ്രതിസന്ധിയെ അവസാനിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ എപ്പോഴും ചെയ്യേണ്ടിയിരുന്നൊരു കാര്യം, എല്ലാം ഇവൻ വീട്ടുകാരോട് തുറന്ന് പറയാൻ ശ്രമിച്ചു എന്നുള്ളതാണ് വളരെ നല്ലൊരു കാര്യമായിട്ട് മാറിയത്. ഇത്തരത്തിലുള്ള അപകടങ്ങളിലൂടെ കടന്നു പോകുന്ന എല്ലാ വ്യക്തികളോടും പറയാനുള്ളത്, ഇത് മറ്റൊരാൾ അറിയുന്നതാണ് എപ്പോഴും നല്ലത്. എന്ന് വെച്ചാൽ നമുക്കൊരു അപകടം
അനുഭവം ഉണ്ടായാൽ എന്ന് വെച്ചാൽ ഇതൊരു അപകടത്തിൻ്റെ ഒരു സ്വഭാവത്തിലേക്ക് നീങ്ങുന്നുണ്ടെന്ന് കണ്ടാൽ പിന്നീട് അത് സ്വയം കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുന്നതിനപ്പുറത്ത് നമുക്ക് ഏറ്റവും അടുത്ത് സഹായിക്കാൻ പറ്റുന്ന, നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന വ്യക്തികളോട് തുറന്നു പറയേണ്ട ഒരാവശ്യം ഉണ്ട്. ഇല്ലെങ്കിൽ ചെറിയ അപകടത്തിന് പകരം വലിയ വലിയ അപകടങ്ങളിലേക്ക് വീഴാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പം അതുകൊണ്ട് ഈ ചെറുപ്പക്കാരന് ചെയ്യേണ്ടിയിരുന്നൊരു കാര്യം, ആദ്യമേ തന്നെ ഇങ്ങനെയുള്ള ഒരു അപകട സൂചനകൾ കിട്ടിക്കഴിയുമ്പോൾ തന്നെ പിന്മാറാനുള്ള ശ്രമങ്ങൾ എടുക്കുമ്പോൾ തന്നെ ഉറപ്പായിട്ടും ഏറ്റവും അധികം വിശ്വസിക്കാൻ പറ്റുന്ന ആരെങ്കിലോടും ഇത് തുറന്ന് പറയേണ്ടിയിരുന്നു. പറയാതെ പോയതുകൊണ്ടാണ് ഇത്രയും ഇത് മോശമാകാനും ഇത്രയേറെ മാനസികമായ നിലയിൽ തകർന്നു പോകാനും ഇടയായത്. ഇപ്പോഴും അതിൻ്റെ ഒരു ഭയം ഉള്ളിൽ സൂക്ഷിക്കാൻ ഇടയായത് അതുകൊണ്ടാണ്. ഉറപ്പായിട്ടും നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ ഒരു ചിന്തയുണ്ട്. എന്ന് വെച്ചാൽ ഒരു പക്ഷേ പെൺകുട്ടികൾ പരാതിപ്പെട്ടാൽ അത് പെട്ടെന്ന് തന്നെ ഗൗരവമുള്ളൊരു പരാതിയായിട്ട് കാണും. അതുകൊണ്ട് തന്നെ ആൺകുട്ടികൾക്ക് വേണ്ടത്ര സുരക്ഷിതത്വം ഇല്ലാതെ പോകുമെന്നൊരു ചിന്തയുണ്ട്. പക്ഷെ ഞാൻ പറയും, തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള അപകട സൂചനകൾ ഉണ്ടെന്ന് അറിയുമ്പോൾ തന്നെ അത് അനുസരിച്ച് പെരുമാറാനുള്ളൊരു വിവേകം ചെയ്യേണ്ട ആവശ്യമുണ്ട്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ചില ബന്ധങ്ങളിൽ പെട്ടുപോയവരാണ് ഒരുപാട് സാമ്പത്തിക നഷ്ടം സംഭവിച്ചവർ. മാനനഷ്ടം ഉണ്ടാകാതിരിക്കാൻ സാമ്പത്തിക നഷ്ടം വരുത്തുന്ന കുറേയേറെ പേരുണ്ട്. അപ്പോൾ അവരോടൊക്കെ പറയാനുള്ളൊരു കാര്യം, പ്രധാനപ്പെട്ട കാര്യം, ഏതെങ്കിലും ഒരു അപകടത്തിലാണ് പെട്ടതെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് നേരത്തെ തന്നെ രക്ഷപ്പെടാനുള്ള മാർഗത്തിലേക്ക് പോകുക. കാരണം കോംപ്രമൈസിലേക്ക് പോകുന്ന, അല്ലെങ്കിൽ ഈ വ്യക്തിയുമായിട്ട് കോംപ്രമൈസിലേക്ക് പോകുന്ന ഏത് സാഹചര്യങ്ങളും പിന്നീട് അപകടത്തിലേക്ക് തന്നെ പോകാനിടയുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ തന്നെ നടത്തുന്ന പരിശ്രമങ്ങൾക്കപ്പുറത്ത് നിങ്ങളെ സഹായിക്കാൻ കഴിയുന്ന ഏറ്റവും അടുത്ത വിശ്വസ്തരായ വ്യക്തികളുമായിട്ട് നിങ്ങളുടെ ഈ അപകട സാഹചര്യത്തെക്കുറിച്ച് പങ്കുവെക്കുന്നത് ആവശ്യമാണ്. കാരണം നിങ്ങൾക്കറിയാത്ത പല വഴികളും പല സാഹചര്യങ്ങളും മറ്റുള്ളവർക്ക് പറഞ്ഞു തരാൻ നിങ്ങൾക്ക് പറ്റും. അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു സാഹചര്യം തീർച്ചയായിട്ടും തിരിച്ചറിയാൻ ഇതൊരു തുറന്ന് പങ്കുവെക്കലിലൂടെ മാത്രമേ കഴിയൂ. രണ്ടാമത് പ്രധാനപ്പെട്ട കാര്യം, എല്ലാ സാമൂഹ്യ മാധ്യമ മേഖലകളിൽ വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ വളരെ നന്നായിട്ട് ഇൻവോൾവ്ഡ് ആകുന്ന എല്ലാ ചെറുപ്പക്കാരോടും പറയാനുള്ളത്, ചില കെണികൾ അല്ലെങ്കിൽ ചില പ്രതിസന്ധികളെ നമ്മൾ വിവേകത്തോടെ വേണം കൈകാര്യം ചെയ്യാൻ. നമുക്കറിയാം, ഈ ഒരു മേഖലയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ എല്ലാം രഹസ്യാത്മകമല്ല. എന്ന് വെച്ചാൽ എല്ലാം മറ്റുള്ളവർക്ക് തിരിച്ചറിയാൻ പറ്റും ഉറപ്പായിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, തീർച്ചയായിട്ടും നമ്മളോട് ബന്ധപ്പെടുന്ന വ്യക്തി, നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്ന വ്യക്തി ആരാണ് എന്താണ് നമുക്കറിയില്ലാത്ത പക്ഷം ഏറ്റവും വിവേകത്തോടെ വേണം ഇടപെടാനായിട്ട്. നമ്മൾ ഒരു അതിബുദ്ധി കാണിച്ചോ ഒരു അമിത ആത്മവിശ്വാസത്തിൻ്റെ പേരിലോ അപകടങ്ങളിൽ ചെന്ന് ചാടാനുള്ള സാധ്യതകളുണ്ട്. ഇനി ചില ആളുകൾക്ക് സംഭവിക്കുന്നത് അമിതമായിട്ടുള്ള ആത്മവിശ്വാസമോ അതിബുദ്ധിയോ അല്ല, അതിനേക്കാൾ അപ്പുറത്ത് അമിത ഭയമാണ്. ഒരു മറ്റുള്ളവരെന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കുമെന്ന് കരുതുന്ന ചില മാനസികമായിട്ട് ചില വളരെ ലോല ഹൃദയമുള്ള ആളുകൾ ചിലപ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങളിൽ പെട്ടുപോകുമ്പം ചിലപ്പം അത് ആരോടും പറയാതെ സൂക്ഷിച്ചുകൊണ്ടിരിക്കും. അതും അപകടത്തിലേക്ക് എത്താറുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ സമയങ്ങളെ കണ്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള അപകടങ്ങളിൽ കൂടുതൽ പെടുന്ന ആളുകൾ വളരെ ലോല മനസ്സുള്ളവരാണ്. എന്ന് വെച്ചാൽ അവരെ പെട്ടെന്ന് തന്നെ നമുക്ക് കയ്യിലെടുക്കാൻ പറ്റും. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ആളുകളെ തീർച്ചയായിട്ടും ഈ ഇങ്ങനെയുള്ള ട്രാപ്പുകളിൽ പെടുത്താൻ പോകുന്ന ആളുകൾ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഇത്തരത്തിലുള്ള മാനസിക പ്രത്യേകതകളുള്ളവരെ അവർ തെരഞ്ഞു പിടിച്ചൊരു പക്ഷേ അവരെ കൂടുതൽ എക്സ്പ്ലോയിറ്റ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് അത്തരത്തിലുള്ള മാനസിക ധൈര്യമില്ലെങ്കിൽ ഒരുപക്ഷെ ഇങ്ങനെയുള്ള അപകട സൂചനകൾ കിട്ടുമ്പോൾ ആദ്യമേ തന്നെ അതിൽ നിന്ന് പിന്തിരിയാനുള്ള ശ്രമം നടത്തേണ്ടത് ആവശ്യമുണ്ട്. അപ്പം അതുകൊണ്ട് നമുക്ക് വേണ്ടത്, ബൈബിളിൽ പറയുന്ന പോലെ സർപ്പങ്ങളെ പോലെ വിവേകികളും പ്രാവുകളെ പോലെ നിഷ്കളങ്കരും ആകണമെന്ന് പറഞ്ഞ ഒരു വലിയ തത്വം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടത് ആവശ്യമുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു ആധുനിക കാലഘട്ടത്തിൽ, സാമൂഹ്യ മാധ്യമങ്ങൾ ഇത്രയേറെ സ്വാധീനമുള്ളൊരു കാലഘട്ടത്തിൽ. അപ്പം അതുകൊണ്ട് വളരെയേറെ വിവേകത്തോടെ, വളരെയേറെ കരുതലോടെ വേണം എല്ലാ ബന്ധങ്ങളെയും നമ്മൾ കാണാനായിട്ട്. എല്ലാവരും ഒരുപോലെ നമ്മൾ ചിന്തിക്കുന്നത് പോലെ തന്നെ ചിന്തിക്കുമെന്ന് കരുതരുത്. അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം ഈ വ്യക്തി ശ്രദ്ധിക്കാമായിരുന്നത്, ഞാൻ പലപ്പോഴും ഈ സ്നേഹബന്ധങ്ങളുടെ കാര്യത്തിലും സൗഹൃദങ്ങളുടെ കാര്യത്തിലും ചെറുപ്പക്കാരോട് പറയാറുള്ളൊരു കാര്യമാണ്, നിങ്ങൾ ഏത് ബന്ധങ്ങളിലേക്ക്, വലിയ ഒരു ബന്ധങ്ങളിലേക്ക് പോകാൻ ശ്രമിക്കുന്നുണ്ടോ, എപ്പോഴും വീട്ടുകാരോട് ഒരു സംസാരം ഉണ്ടാകുന്നത് നല്ലതാണ്. കാരണം എൻ്റെ വീട്ടുകാർ ഈ ബന്ധത്തെ എങ്ങനെ കാണുമെന്ന് അന്വേഷിക്കുന്നത് നല്ലതാണ്. കാരണം നമ്മുടെ വീട്ടുകാർക്ക് ഒട്ടും അനുയോജ്യമല്ലാത്ത ബന്ധമാണെങ്കിൽ നമ്മൾ ഈ ബന്ധത്തിൽ തുടർന്നാൽ തീർച്ചയായിട്ടും അത് ഒരു അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇവൻ്റെ കാര്യത്തിൽ ഒരു പക്ഷേ അങ്ങനെ ഇവന് ഇഷ്ടമില്ലാത്തൊരു ബന്ധമായതുകൊണ്ടാണ് ഇത്രയും
ഒരു സമാധാനപരമായിട്ടെങ്കിലും ഈ ഭയം ഉള്ളിലുണ്ടെങ്കിൽ പോലും ഇതിനെ അതിജീവിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ നേരെ തിരിച്ചായിരുന്നെങ്കിൽ ഇവനത് ഇഷ്ടം കൂടിയുള്ളൊരു ബന്ധമായിരുന്നെങ്കിൽ വല്ലാത്തൊരു മാനസിക പ്രതിസന്ധിയിലേക്ക് ഇവൻ പോയേനെ. തീർച്ചയായിട്ടും ഏത് ബന്ധങ്ങളിലേക്ക് അമിതമായിട്ട് ഇടപഴകുമ്പോഴും തീർച്ചയായിട്ടും അത് വീട്ടുകാരുമായിട്ട് സംസാരിക്കുന്നതും വിലയിരുത്തുന്നതും എപ്പോഴും നല്ലതാണ്. കാരണം ഈ ബന്ധം മുന്നോട്ട് പോയാൽ ശരിയാകുമോ? വീട്ടുകാരെന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് പക്ഷേ ഉടനെ തന്നെ മാതാപിതാക്കളോട് പറയുന്നത് ചിലപ്പം സാധിക്കാത്തവരുണ്ടാകും. പക്ഷേ സഹോദരങ്ങളോടോ ഏറ്റവും അടുത്ത കുടുംബ ബന്ധത്തിലുള്ള സുഹൃത്തുക്കളോട്, അതായത് കസിൻസിനോടോ ഒന്ന് സംസാരിക്കാൻ ശ്രമിച്ചാൽ കുറേയൊക്കെ നമുക്ക് ഇത്തരത്തിലുള്ള അപകടങ്ങളിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ മാറാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു സാഹചര്യം തീർച്ചയായിട്ടും ഉണ്ടാകണം നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ ബന്ധങ്ങളിലും ഒക്കെ. പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള സാമൂഹ്യ ബന്ധങ്ങളിൽ കൂടുതൽ ഇടപെടുന്ന സാഹചര്യങ്ങളിലൊക്കെ അങ്ങനെ ഒരു ശ്രദ്ധ ഉറപ്പായിട്ട് വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇനി ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നിൽക്കുന്ന എല്ലാ വ്യക്തികളോടും പറയാനുള്ളത്, നമുക്ക് ആത്മാർത്ഥമായിട്ട് നിഷ്കളങ്കമായിട്ട് ശ്രമിച്ചാൽ ഈ പരിഹാരങ്ങളൊക്കെ നമുക്ക് കണ്ടെത്തി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തുറന്ന് പറയുക, ഏത് പ്രതിസന്ധിയാണെങ്കിലും തുറന്ന് പറയുക. അപകടങ്ങൾ ഒഴിവാക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും നമുക്ക് കണ്ടെത്താൻ പറ്റും നമുക്ക്. അപ്പോൾ അതുകൊണ്ട് തുറന്ന് സംസാരിക്കാൻ പറ്റുക. ചിലപ്പോഴൊക്കെ ആദ്യം തുറന്ന് സംസാരിക്കുമ്പോൾ അത്ര സുഖകരമല്ലാത്ത പ്രതികരണമൊക്കെ നമുക്ക് ഏറ്റവും അടുത്തുള്ളവരോടൊക്കെ കിട്ടിയെന്ന് വരാം. കാരണം എന്തുകൊണ്ട് ഇത്ര നാൾ നീ പറഞ്ഞില്ല, എന്തുകൊണ്ട് ഇത്ര അങ്ങനെ നീ മറച്ചു വെച്ചു, നിൻ്റെ കയ്യിൽ കള്ളത്തരമുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ പോലും വീട്ടുകാരോട് തുറന്ന് പറയാൻ ശ്രമിക്കുമ്പോൾ വളരെ നല്ല രീതിയിൽ സാധ്യതയുള്ള സാഹചര്യങ്ങളെ കണ്ടെത്താൻ ഒരുപാട് പേർക്ക് അതിലിടപെടാൻ പറ്റും. അതുകൊണ്ട് അങ്ങനെ ധൈര്യപൂർവ്വം ഇതിനെ ഫേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യേണ്ടുന്ന കാര്യം. എന്ന് വെച്ചാൽ ഇതിനെ ഫേസ് ചെയ്യാനുള്ള ധൈര്യമാണ് ഇപ്പോഴത്തെ ആവശ്യം. പേടിച്ച് നിന്നാൽ വീണ്ടും അപകടത്തിലേക്ക് പോകാനുള്ള സാധ്യത. അപ്പോൾ അതുകൊണ്ട് ധൈര്യപൂർവ്വം തന്നെ ഇതിനെ ഫേസ് ചെയ്യാൻ ശ്രമിക്കുക. ചെറിയ ഒരു പ്രതിസന്ധി ഉണ്ടായാലും അതിനെ അതിജീവിക്കാൻ നമുക്ക് ഉറപ്പായിട്ടും പറ്റും. ഇതിനേക്കാൾ വലിയ പ്രതിസന്ധി ഉണ്ടാകാതിരിക്കാനാണ് ഞാൻ ഈ ധൈര്യം വേണമെന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പം അതിനുള്ള ഒരു നല്ല ശ്രമങ്ങളും പരിശ്രമങ്ങളും ഉണ്ടാകട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നതും ആശംസിക്കുന്നതും.